ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ട്വിന്നി ടെയിൽ. 2-3 ദിവസം നമ്മുടെ വ്ളോഗ്സും ഷോർട്സും ഒന്നും ഇല്ലാണ്ടായപ്പോൾ കുറച്ച് പേര് നമ്മളെ അന്വേഷിച്ചു. എന്താണ് നിങ്ങൾ വീഡിയോസ് ഒന്നും ഇടാത്തതെന്ന്. ഭയങ്കര സന്തോഷം കേട്ടാ. കുറച്ച് പേരെങ്കിലും നമ്മൾ അന്വേഷിച്ചല്ലോ. നമ്മൾ എവിടെ പോയെന്ന് അന്വേഷിച്ചല്ലോ, എൻ്റെ വീഡിയോസ് കാണാത്തതെന്ന് അന്വേഷിച്ചല്ലോ. അതിൽ ഭയങ്കര സന്തോഷം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞങ്ങള് ജിമ്മിൽ പോണ വീഡിയോ ആണ്. ജിമ്മിൽ പോവാണ്. അച്ചുമണി ഉണ്ട് ഞങ്ങളുടെ ഒപ്പം. ഇന്ന് ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ചാല് ഞങ്ങളുടെ ഒപ്പം അനുവും ജിമ്മിൽ പോവാന്ന് തീരുമാനിച്ചു. അപ്പൊ ഞങ്ങള് ജിമ്മിലേക്ക് പോവാണ്. ഞങ്ങളെക്കാളും ഇൻട്രസ്റ്റ് അച്ചുമണിക്കാ കേട്ടോ ജിമ്മിൽ പോവാൻ വേണ്ടിയിട്ട്. ആള് ഭയങ്കര സന്തോഷത്തിലാണ് ജിമ്മിലേക്ക് പോണത്. അവന് മാത്രല്ല കേട്ടാ, ഞങ്ങൾക്കും സന്തോഷമാണ് ജിമ്മിൽ പോവാൻ. ഞങ്ങള് ഭയങ്കര റിലാക്സ് ആവണ സമയമാണ്. മെന്റലി ആയാലും ഫിസിക്കലി ആയാലും ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ജിമ്മിലേക്ക് പോകാനായിട്ട്. ഞങ്ങളെ രണ്ടുപേരെയും കാണുമ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങൾ എന്തിനാ ജിമ്മിൽ പോണേ, നിങ്ങൾ എന്തിനാ ജിമ്മിൽ പോണെന്ന്. സത്യം പറഞ്ഞാൽ തടി ഇല്ലാത്തതുകൊണ്ടാണോന്ന് അറിയില്ല. തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ജിമ്മിലേക്ക് പോണത്. നമ്മൾ നമ്മുടെ മസിൽസ് ഒക്കെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ ജിമ്മിൽ പോണത്. ഞങ്ങളുടെ ഉദ്ദേശം അതാണ്. പക്ഷെ എല്ലാവരും ഞങ്ങളെ കാണുമ്പോൾ ചോദിക്കുക, നിങ്ങൾ ഇതിന് പോകേണ്ട ആവശ്യമില്ലല്ലോ, ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഒന്നും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കണ്ടാവുന്നൊക്കെ. എന്തായാലും ആൾക്കാർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നാണ് തോന്നണേ. ആദ്യം ഞങ്ങളും ജിമ്മിന് ഭയങ്കര എതിരായിരുന്നു കേട്ടാ, എന്തിനിപ്പോ അതിന് പോകേണ്ട ആവശ്യം എന്നൊക്കെ. പക്ഷെ അത് പോയി കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു സുഖം മനസ്സിലായത്. മസിൽസ് ആയാലും എല്ലാം നമ്മൾ സ്ട്രോങ് ആവുമ്പോൾ, നമ്മൾ ഫിസിക്കലായാലും ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവുമ്പോൾ അതിന്റെ ഒരു സുഖം അത് പോയാലേ കിട്ടുള്ളൂ. അപ്പൊ പോവാത്തവരൊക്കെ ജിമ്മിൽ പോവാന്ന്. അപ്പൊ വർക്കൗട്ടൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് കേട്ടാ. ഞാനും ആദ്യം വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഓണം സെലിബ്രേഷന്, തിരുവാതിര കളീനെ പറ്റിയിട്ടുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം തൊട്ടപ്പുറത്ത് നടക്കുന്നുണ്ട്. ഞങ്ങൾ അതിൽ നിന്ന് ജസ്റ്റ് എസ്കേപ്പ് ആയിട്ടാ. അച്ചുമണിയുടെ പേരും പറഞ്ഞാണ് എസ്കേപ്പ് ആയത്. വേറൊരു കാര്യമുള്ള എന്താന്ന് വെച്ചാല്, ഈ വീഡിയോയിൽ ആദ്യം ചിരിക്കണം. അതെന്താന്ന് വെച്ചാല്, അച്ചുമണി തൊട്ടപ്പുറത്ത് നിന്ന് എന്തൊക്കെയോ സർക്കസ് കാണിക്കുന്നുണ്ട്. ഞങ്ങൾ വർക്കൗട്ട് ചെയ്യണ പോലെ തന്നെ ആളും ചെയ്യും. അപ്പൊ അത് കണ്ടിട്ടാണ് ആദ്യം ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ആദ്യം വർക്കൗട്ട് ചെയ്യുമ്പോ ഞാൻ അച്ചുമണിയുടെ പിന്നാലെ ഓടുന്നുണ്ട്. ഓടല്ല നടക്കാട്ടോ. ഇപ്പോ ഭയങ്കരമായിട്ട് പ്രയത്നിക്കുന്ന എന്നെയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കണേ. ഞാൻ കണ്ടില്ല ഗൈസ് വെയിറ്റ് കൂട്ടിട്ടത്. ഇതാണെങ്കിൽ വലിച്ചിട്ട് നീങ്ങണമില്ല. കുറെ കഴിഞ്ഞ് എണീറ്റ് നോക്കിയപ്പോഴാണ് വെയിറ്റ് കൂടുതലായിരുന്നു. എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ ചെയ്തു. ഇത് അവിടെ നിൽക്കണ ചേച്ചി കണ്ടാ, ആ ചേച്ചിയായിരുന്നു എന്നെ മുമ്പ് ചെയ്തത്. ആ ചേച്ചിയാണോ വെയിറ്റ് കൂട്ടിയിട്ടെന്നാണ് എൻ്റെ ഡൗട്ട്. അതിനിടയിൽ ഞാൻ അച്ചും കൂടി കളിക്കുന്ന വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. എല്ലാവരും ചോദിക്കും അച്ചുവിനെയും കൊണ്ട് എങ്ങനെയാ ജിമ്മിന് പോണ മാനേജ് ചെയ്യണമെന്ന്. ഒരാൾ ചെയ്യുമ്പോൾ ഒരാൾ കുട്ടീനെ നോക്കും, മറ്റാൾ ചെയ്യുമ്പോൾ മറ്റാൾ കുട്ടീനെ നോക്കും. ഇങ്ങനെയാണ് ഗൈസ് ഞങ്ങൾ ജിമ്മിൽ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് കുറെ പേരൊക്കെ വെറുതെ ഇരുന്ന് വർത്താനം പറയണതൊക്കെ കാണാം. ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല, ആദ്യത്തെ ഒരു ഉഷാറാണോന്ന് അറിയില്ല ഈ കാട്ടിക്കൂട്ടിലൊക്കെ. എന്തായാലും ഞങ്ങള് എല്ലാം പിടിപിടിന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ട്രെയിനറിന്റെ സംശയം എന്താന്ന് വെച്ചാല്, ഞങ്ങൾ വർക്കൗട്ടിൽ ഉടായ്പ് കാണിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ആരും ചെല്ലണില്ലേ, ചോദിച്ച് ചെല്ലണില്ല. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഒരെണ്ണം കഴിഞ്ഞിട്ട് വേഗം തന്നെ അടുത്തത് എന്താന്ന് ചോദിച്ച് ചെല്ലുന്നുണ്ട്. അപ്പോൾ ആള് വിചാരിക്കണത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യണില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ മൈക്കിൻ്റെ ചാർജ് പോയിട്ടാ. അതേപോലെ തന്നെ അച്ചുമണിയുടെ ചാർജും പോയി തുടങ്ങി. ലാസ്റ്റത്തെ വർക്കൗട്ടായി പോയിക്കും. അച്ചുമണി ശല്യപ്പെടുത്താണ്, ചെയ്യണ്ട വാ പോവാമെന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ വർക്കൗട്ട് തീർത്തിട്ട് പോകാനായിട്ടുള്ള തത്രപ്പാടിലാണ് ഞങ്ങൾ. അതിൻ്റെ ഇടയിൽ അച്ചുമണി എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ട്. അങ്ങനെ വർക്കൗട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ പോകാൻ നിൽക്കുമ്പോഴത്തേ അച്ചുമണി വർക്കൗട്ട് ചെയ്യാൻ കയറി നിൽക്കുക. പിന്നെ കൊച്ചിൻ്റെ ഒരു ആഗ്രഹമില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു വിട്ടാ. അതിൻ്റെ ഇടയിൽ ഇതാണ് ഞങ്ങളുടെ ട്രെയിനർ. ആൾ വന്ന് അച്ചുമണീനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജിമ്മിൽ നിന്ന് ഇറങ്ങുകയാണ്. കണ്ടില്ലേ ഗൈസ്, ഞങ്ങൾ പുതിയ ഗ്ലൗസ് വാങ്ങി. വെയിലത്ത് പോയി ഞങ്ങൾ കരിഞ്ഞ് വരികയായിരുന്നു. ഞങ്ങൾ പുതിയ ഗ്ലൗസ് വാങ്ങി. മാസ്ക് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. ഇന്ന് വരുന്നതാണ് പറഞ്ഞത്, എത്തിയിട്ടില്ല. അങ്ങനെ ഗ്ലൗസൊക്കെ ഇടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ചെറുക്കൻ മുകളിലേക്ക് കയറി പോവാണ്. ഞാൻ ഓടിപ്പോണത് അവനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ ടോപ്പിലേക്ക് എത്തി. ഭാഗ്യത്തിന് അവിടെ ഡോറ് പൂട്ടിയിട്ടുണ്ടായിരുന്നു. വേഗം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതിനിടയിൽ ഇവിടെ അനു ഗ്ലൗസ് ഇട്ട് അണിഞ്ഞൊരുങ്ങുകയാണ് ഗൈസ്. ഞാൻ പാവം കൊച്ചിനെ നോക്കണം, ഗ്ലൗസ് ഇടണം. നമ്മളിതൊക്കെ ആരോട് പറയാനാ. അങ്ങനെ ഞാനും അച്ഛൻ വരണം നോക്കിയിട്ടാണ് അനു നിൽക്കണേ. ഞങ്ങൾ വന്നു.
ഷൂ ഒക്കെ ഊരി പാക്ക് ചെയ്ത് അച്ചുവിനെയും പാക്ക് ചെയ്ത് ഇറങ്ങി. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വീഡിയോ ഓണാക്കുമ്പോഴുള്ള കൊച്ചിൻ്റെ സ്നേഹപ്രകടനമാണ്. സാധാരണ ഇവനിത്ര സ്നേഹപ്രകടനം എന്നോടില്ലാത്തതാണ്. ഇന്നിപ്പോൾ വീഡിയോ ഓണാക്കിയതുകൊണ്ടാണെന്നാണ് തോന്നണേ. വീഡിയോയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അച്ചുമണി എന്തും ചെയ്യും. അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ വലിയ ആളാണ്. സെക്കൻഡ് ഫ്ലോറിലാണ് ഞങ്ങളുടെ ജിമ്മുള്ളത്. തന്നെ ഇറങ്ങി സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരാം. പിടിക്കാനൊന്നും സമ്മതിക്കണില്ല. അങ്ങനെ തന്നെ ഇറങ്ങി വന്നു. അങ്ങനെ ആൾ സ്റ്റെപ്പ് ഇറങ്ങി വരാണ്. സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഞാൻ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സൂക്ഷിച്ചെന്ന് ഞാൻ പറയുമ്പോൾ ആളും പറയുക സൂക്ഷിച്ചെന്ന്. അങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്നു. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ആദ്യമാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഞാൻ വണ്ടി ഓടിക്കുന്നില്ല എന്ന്. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല ഗൈസ്. അതാണ് ഞാൻ വണ്ടി ഓടിക്കാത്തത്. അപ്പോൾ പോണ വഴിയിൽ ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ ഒരു ചായ ആവാം. വർക്കൗട്ടൊക്കെ ചെയ്ത് ക്ഷീണിച്ചതല്ലേ, ഒരു ചായയും പലഹാരമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചായക്കടയിൽ കയറി. അങ്ങനെ 2 ചായയും ഒരു ഉള്ളിവടയും ഒരു പഴംപൊരിയും പറഞ്ഞു. അങ്ങനെ ആസ്വദിച്ച് ചായ കുടിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത് കേട്ടോ. ഓക്കെ.